പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം റോമാലേഖനം 5-ാം അധ്യായം അവസാനിപ്പിച്ചിരുന്നു. 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ആകയാൽ നാം എന്തു പറയേണ്ടു. തൊട്ടുപുറകിലത്തെ കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 20-ാം വാക്യം, 20-21 വാക്യങ്ങള്. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ആകയാൽ നാം എന്തു പറയേണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഒരു നാളും അരുത്. ഈ പാപത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, നാം കർത്താവിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ നമുക്കുള്ള സന്ദേശം പാപം ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. 1 Corinthians 15 അത് പറയുന്നുണ്ട്, പാപം ചെയ്യാതിരിപ്പീൻ. അങ്ങനെ പറയുമ്പം അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിന് ശേഷം നമ്മളോട് പറയുന്നത് പാപം ചെയ്യാതെ ഇരിപ്പീൻ. ഈ 6-ാം അധ്യായത്തില് ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നാം എങ്ങനെ നടത്തപ്പെടുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനങ്ങളാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന കൃപയുടെ ഉദ്ദേശം എന്താ? റോമർ 6:14 പറയുന്നത്, നിങ്ങൾ കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയല്ല, അല്ലെ പാപം നിങ്ങളെ ഭരിക്കുകയല്ല. അവിടെ തന്നെ നമുക്കറിയാം, കൃപയുടെ ഉദ്ദേശം പാപത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. പക്ഷെ പലരും ചിന്തിക്കുന്നത് കൃപ എന്ന് പറയുന്നത് നമുക്ക് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണെന്നുള്ളതാണ്. പക്ഷെ കൃപയ്ക്ക് ഒരാൾ അധീനനാകുമ്പം പാപത്തിൽ നിന്ന് അവന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ന്യായപ്രമാണത്തിന് അധീനനായിരിക്കുന്ന ഒരാൾ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. കൃപയ്ക്ക് അധീനനായ ഒരാള് പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിക്കൊണ്ടേയിരിക്കും. കൃപ നമുക്ക് നൽകേണ്ട ഉദ്ദേശം നമ്മളെ കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് വളർത്തുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് കൃപ നമുക്ക് നൽകിയിരിക്കുന്നത്. തുടർന്ന് 2-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? കർത്താവ് ക്രൂശിന് മരിച്ചതിന്റെ ഉദ്ദേശം, ലക്ഷ്യം പല കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയും. നമ്മളെ വീണ്ടെടുക്കാനാണ്. പക്ഷേ 1 Petrus 2:24 പറയുന്നത്, നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കാനാവും നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയത്. ഇവിടെ അത് തന്നെ പറയുന്നത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ നമുക്ക് ഇനിയും പാപത്തിൽ തുടരാനായിട്ട് കഴിയും. 3-ാം വാക്യം, അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? യേശുവിന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പം യേശുവിനെ കുറിച്ച് താഴ്ത്തു പറയുന്നത്, അവൻ പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും 11-ാം വാക്യം, പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഒരു വീണ്ടുജന്മം പ്രാപിച്ച ഒരാളുടെ ആന്തരിക ആഗ്രഹം പാപം ചെയ്യാതിരിക്കണമെന്നായിരിക്കും. നമ്മൾ വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നുള്ളതിന്റെ പ്രാഥമിക ലക്ഷണം അതാണ്. നമുക്ക് പാപം ചെയ്യാനുള്ള ആഗ്രഹം പോയോ, അതോ ഇന്നും പാപം ചെയ്യണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ട്? അവിടെ പറയുമ്പം നമ്മൾ പാപത്തിൽ ഇനിയും വീഴുന്നുണ്ടോ എന്നുള്ളതല്ല, ഉള്ളിൽ നമുക്ക് പാപം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടോ എന്നുള്ളതാ ചോദ്യം. കോപിക്കാൻ, മോഹിക്കാൻ, പരാതി പറയാൻ, കൈപ്പോടിരിക്കാൻ, അതോ എനിക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമാണോ നമുക്കുള്ളത്? ഇവിടെ 3-ാം വാക്യത്തിൽ പറയുന്നത്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ
ഈ അറിവില്ലായ്മ കൊണ്ടാണ്. പൗലോസപ്പോസ്തലൻ യഹൂദന്മാരോട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ കർത്താവിനെ ക്രൂശിച്ചതെന്ന് ഞാൻ അറിയുന്നു. പലപ്പോഴും നമ്മളും ഈ കാര്യങ്ങൾ അറിയണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യക്കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു വീണാൽ അത് വളരും തോറും ഒത്തിരി കാര്യങ്ങൾ അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് അറിയുന്നില്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അതിന്റെ ചുമതലകൾ പൂർത്തീകരിക്കാൻ അതിന് കഴിയത്തില്ല. എന്ന് പറഞ്ഞതുപോലെ നാമും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നാനത്തോടുള്ള ബന്ധത്തിൽ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുക ചെയ്തിരിക്കുന്നത്. തുടർന്ന് 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ സ്നാനത്തിൽ നമ്മൾ വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഞാൻ പാപത്തിന് മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരാളെ കുഴിച്ചിടുന്നത് മരിച്ച ഒരാളെയാണ് കുഴിച്ചിടുന്നത്. ജീവനോടെ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കുറ്റകൃത്യമാണ്. അപ്പൊ സ്നാനത്തോടുള്ള ബന്ധത്തിൽ അങ്ങനത്തെ ഒരു പ്രക്രിയ നമ്മളിൽ നടന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എൻ്റെ അനുഭവത്തിൽ നിന്നും മറ്റുള്ള സാക്ഷ്യങ്ങളിൽ നിന്നും, ഈ വീണ്ടും ജന്മം പ്രാപിച്ച ഒരാൾ സ്നാനപ്പെടുന്നത് സ്വമനസാലയാണ്. എങ്ങനെയെങ്കിലും എനിക്ക് മരിക്കണം, പാപം സംബന്ധിച്ച് മരിക്കണം, അതുകൊണ്ട് സ്നാനപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും. പക്ഷെ ഒരു യഥാർത്ഥ മാനസാന്തരം വന്നില്ലെങ്കിൽ സ്നാനപ്പെടുക എന്നുള്ളത് ആരും കാണാതെ അറിയാതെ ഒക്കെ പോയി സ്നാനപ്പെടണമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ മനസാക്ഷിയിലൊരു കുറ്റബോധം ഉണ്ട്, അത് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്നാനപ്പെടാം. സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനല്ലോ, ഇങ്ങനെ പല ചിന്തകൾ വന്നിട്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് പോയി നമുക്ക് അങ്ങനെ സ്നാനപ്പെടുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. സ്വന്തം നാട്ടിൽ നിന്ന് വളരെ അകലെയൊക്കെ പോയി ഏതെങ്കിലും പള്ളിയിൽ സഭകളിൽ പോയിട്ട് അവിടുന്ന് സ്നാനപ്പെട്ടിട്ടുള്ളവരുണ്ട്. പക്ഷെ യഥാർത്ഥ വീണ്ടും ജന്മം പ്രാപിച്ച ഒരാള് താൻ ആയിരിക്കുന്ന സമൂഹത്തിലാണ് ഈ സാക്ഷി ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവൻ ജീവിക്കേണ്ടത് അവിടെയാണ്. അവിടെ അവൻ പരസ്യമായിട്ട് ഏറ്റുപറച്ചിലാണ് നടത്തുന്നത്. ഞാൻ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അതിന്റെ ഉദ്ദേശം 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. സ്നാനപ്പെട്ട് അല്ലെങ്കിൽ സ്നാനപ്പെടുമ്പം മരണത്തോടെ സാരസ്വത ഏകീഭവിച്ച ഒരാള് ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പം അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം അവനെപ്പോഴും പിതാവിന്റെ ഒരു അടുത്ത ബന്ധത്തിലാണ് ജീവിച്ചിരുന്നത്. അല്ലാത്തപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിലും പുനരുദ്ധാനത്തിന് ശേഷമുള്ള യേശുവിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പ്രത്യേകതകൾ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നെന്നാണ്. ആ പുനരുത്ഥാനം വഴിയാണ് നാം നമ്മുടെ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് നിത്യമായ രക്ഷയെക്കുറിച്ചുള്ള ഒരു ബോധ്യവും ഉറപ്പുമാണ്. നാമും സ്നാനപ്പെടുമ്പോൾ ചെയ്യുന്ന കാര്യം നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചുന്ന പ്രക്രിയ. അടുത്ത വാക്യത്തിൽ അതാ പറയുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പഴയ മനസ്സ, പാപം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന പഴയ മനസ്സ, ആന്തരികമായിട്ട് പാപത്തിൽ രസിച്ചിരുന്ന, പാപം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന പഴയ മനസ്സിനെയാണ് പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ പഴയ മനുഷ്യനും ജഡവും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട്. പഴയ മനുഷ്യൻ പാപത്തിൽ രസിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പഴയ മനസ്സാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ പാപത്തിൽ അടിമപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി ആ പാപശരീരത്തിൽ നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുമെന്ന് നാം അറിയുന്നു. ഗലാത്യർ 2:20 പറയുമ്പം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ആന്തരിക അർത്ഥം ഇതാണ്, എൻ്റെ പഴയ മനുഷ്യൻ, പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ
ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു. ഇനിയും എന്നിൽ ജീവിക്കുന്നത് ഒരു പുതിയ മനുഷ്യനാണ്. അവിടെ ഗലാത്യർ 2:20 പറയുന്നത് ഇനി ജീവിക്കുന്നത് ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ പറയുമ്പോൾ എന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തില് അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. അതുപോലെ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പഴയ മനുഷ്യനെ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. ആ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിച്ചെന്ന് എഫെസ്യ ലേഖനത്തിൽ പറയുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. ഉരിഞ്ഞു കളഞ്ഞത് മാത്രമല്ല, 10-ാം വാക്യം തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു. ഒന്ന് നമ്മൾ നീക്കിക്കളഞ്ഞിട്ട് വേറൊന്നിനെ ധരിച്ചു എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. എന്നാൽ എഫെസ്യ ലേഖനത്തിൽ 4:22 മുതൽ വായിക്കുമ്പം മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. പുതിയ മനുഷ്യൻ, ഉള്ളിലെ ആത്മാവ്. കൊലോസ്യ ലേഖനത്തിൽ അതിനെ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നു. ഇവിടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞു, പ്രവൃത്തികളോടുകൂടി പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനെ ധരിച്ചു. അവിടെ ഇനി ഞാൻ ജീവിക്കുന്നില്ല, എന്നിലൂടെ ക്രിസ്തുവാ ജീവിക്കുന്നത്. ഇനിയും എന്നിൽ വളരുന്നത് ആ പുതിയ മനുഷ്യനാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലാണ്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. 2 Corinthians 5:17 നമ്മൾ വായിക്കുന്ന, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയതിനെ നമ്മൾ ഒരു ഭാഗത്ത് ഉപേക്ഷിച്ചെന്നും ഒരു ഭാഗത്ത് ഉരിഞ്ഞു കളഞ്ഞെന്നും വായിക്കുന്നു. കണ്ടാലും സകലവും പുതിയതായി തീർന്നു. ആ പുതിയ സൃഷ്ടിയാണ് ഇനിയും വളർന്ന് കർത്താവിന്റെ സ്വരൂപത്തിലോളം, കർത്താവിന്റെ സ്വരൂപത്തോട് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി. ഉള്ളിലെ ആത്മാവാണ്, അകത്തെ മനുഷ്യൻ എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയത്തിൽ ദൈവം നമ്മൾ അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും ഒന്നും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. റോമർ 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ആദ്യം 3-ാം വാക്യത്തിൽ ചോദിച്ചത് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാ ചോദിച്ചു. ഇവിടെ രണ്ടാമത് വീണ്ടും പറയുമ്പം അറിയുന്നു എന്നാ നമ്മൾ വായിക്കുന്നത്. ഇന്ന് നാം അറിയുന്നു. നമ്മൾ തന്നെ ഇത് അംഗീകരിക്കുന്ന ഒരു കാര്യം, എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു, ഇനിയും ഞാനൊരു പുതിയ മനുഷ്യനാണ്. നമ്മൾ സാക്ഷ്യം പറയുന്ന അതാ, ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ്. സ്നാനത്തിന്റെ ആ വെള്ളത്തിൽ നമ്മൾ പുറത്തേക്ക് കയറി വരുമ്പം, വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പം കണ്ടാലും സകലവും പുതിയതായി തീർന്നു. പഴയതിനെ മൊത്തം നമ്മൾ അവിടെ കുഴിച്ചിട്ടു. വേറൊരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നമ്മുടെ ആന്തരികമായ ഒരു പരിച്ഛേദന നമുക്ക് കിട്ടി, ഹൃദയ പരിച്ഛേദന. ഹൃദയവും പഴയ മനുഷ്യനുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. നമുക്കൊരു പുതിയ ഹൃദയവും പുതിയ ആത്മാവും പുതിയ മനസ്സും കിട്ടി. ഈ പഴയ മനസ്സിനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനസ്സിനെ ധരിക്കുന്നുണ്ട്. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുന്നു പറയുമ്പം പഴയ മനോഭാവങ്ങള്, ചിന്താഗതികള്, ആഗ്രഹങ്ങള്, ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. എന്താണ് നമ്മുടെ ലക്ഷ്യവും പുതുതായി. എന്താ നമ്മുടെ ലക്ഷ്യം?
സങ്കീർത്തനക്കാരൻ 73:25 പറയുന്നുണ്ട്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഈ ഭൂമിയിൽ നിന്നെ അല്ലാതെ ഇനി ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മറ്റേ അതല്ലായിരുന്നു, മറ്റേത് ഭൂമിയിലുള്ള കാര്യങ്ങളായിരുന്നു നമുക്ക് പ്രിയപ്പെട്ടത്. പക്ഷേ ഇങ്ങനത്തെ ഒരു പുതിയ സൃഷ്ടിയായ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കർത്താവിനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. 2:10 നമ്മൾ വായിക്കുന്നത് അതുകൊണ്ടാണ്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പുതിയ മനസ്സും നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ പുതിയ മനസ്സ് രസിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിലാണ്. മറ്റേത് പഴയ മനസ്സ് ജഡത്തിന്റെ ആഗ്രഹങ്ങളിലായിരുന്നു രസിച്ചിരുന്നത്. പുതിയ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തെ. ഈ അകത്തെ മനുഷ്യൻ, പുതിയ മനുഷ്യൻ വളരുന്നത് വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ചാണ്. അല്ലെ, നമുക്ക് വേറെ തരത്തിൽ പറയാം, പഴയ മനുഷ്യനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ എഫേസ്യർ 2 പറയുന്നേ, മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരം ഇഷ്ടമായി ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഇനി പുതിയ മനുഷ്യനായി കഴിഞ്ഞപ്പോൾ പുതിയ മനുഷ്യൻ എപ്പോഴും ദൈവേഷ്ടമാണ് ചെയ്യുന്നത്. പഴയ മനുഷ്യൻ ജഡത്തിനും മനസ്സിനും വികാരങ്ങൾക്കും അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നെങ്കിൽ പുതിയ മനുഷ്യൻ എപ്പോഴും പ്രമോദിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിലാണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞ അവന്റെ പ്രമോദം യഹോഭക്തിയിൽ ആയിരിക്കും. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വീണ്ടുജനത്തിന്റെ വഴിയിൽ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളു മുഴുവൻ കർത്താവിലായിരിക്കും സന്തോഷിക്കുന്നത്, പ്രമോദിക്കുന്നത് കർത്താവിലായിരിക്കും. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു സ്തോത്രവും സ്തുതിയും മഹത്വവും ആരാധനയൊക്കെ ഉള്ള ഒരു മനോഭാവത്തിലായിരിക്കും ജീവിതം. അവൻ വളരെ പെട്ടെന്ന് ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ, ലോകത്തോടുള്ള ബന്ധത്തിൽ അന്യനും പരദേശിയുമായിത്തീരുന്നു. അവന്റെ മനോഭാവങ്ങൾ അതുകൊണ്ട് തന്നെ മാറുന്നു, കാഴ്ചപ്പാടുകൾ മാറുന്നു, ഇഷ്ടങ്ങൾ മാറുന്നു. അവന് സമൂലമായ ഒരു പരിവർത്തനം നടന്നു. അവന്റെ സംസാരം, വാക്കുകൾ പോലും മാറാൻ തുടങ്ങുന്നു. ഒരിക്കൽ പാപത്തിൽ രസിച്ചിരുന്നയാള് ഇന്ന് നീതിയിൽ രസിക്കാൻ തുടങ്ങും, ദൈവേഷ്ടത്തിൽ രസിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ തുടർന്ന് 7-ാം വാക്യത്തിലേക്ക് അവൾ വരുമ്പം ഇങ്ങനെ വായിക്കുന്നത്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മരണം നമ്മളിൽ സംഭവിച്ചിട്ടുണ്ട്. അല്ലെ, നാം പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിച്ചെന്നാണ് വായിക്കുന്നത്. അപ്പൊ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു തകരാറുണ്ട് നമുക്ക്. ഈ പാപത്തിനുള്ള ബന്ധത്തിൽ മോചനം വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് മാറ്റം വന്നിട്ട് ഇന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവേഷ്ടമായി തീരുന്നുണ്ട്. മറ്റേ സ്വന്തം ഇഷ്ടമായിരുന്നു. നമ്മൾ പോരാടിക്കൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, തർക്കവും വാദവും എല്ലാം സ്വന്തം ഇഷ്ടം നടക്കണമെന്നുള്ള ഇച്ഛയിലായിരുന്നു. നമ്മൾ കർത്താവിനെ കുറിച്ച് നമ്മൾ ഇവിടെ വായിച്ചത് 11-ാം വാക്യത്തിൽ, 10-ാമത്തെ വാക്യത്തിൽ, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു, അതുവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഒന്ന് അറിയുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പം എണ്ണാനാ പറഞ്ഞിരിക്കുന്നത്. നമ്മള് ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന് നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളിലും പരീക്ഷയുള്ള ബന്ധത്തിൽ നാം നമ്മോട് തന്നെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ ഇനിയും എനിക്കായിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ ജീവിക്കുന്നെങ്കിൽ കർത്താവിനായിട്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യരല്ല 2 കൊരിന്തി 5-ാം അധ്യായത്തിൽ 14 വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല,
ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേലും എങ്ങനെ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാലും അവന് പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പൊ നമ്മളെ തന്നെ എണ്ണാനാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ മരിച്ചിട്ട് ഉയർത്തനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ ആർക്കും മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ച ഒരുവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഈ പഴയ മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം. പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിച്ചു, പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. അതുകൊണ്ടാണ് ഈ പഴയ മനുഷ്യൻ എപ്പോഴും ജഡവുമായുള്ള ഒരു സഖ്യത്തിലാണ് ജീവിച്ചിരുന്നത്. പുതിയ മനുഷ്യൻ എപ്പോഴും ആത്മാവുമായുള്ള ഒരു സഖ്യത്തിലാണ് ജീവിക്കുന്നത്. എപ്പോഴൊക്കെ ജഡത്തിൽ നിന്നുള്ള മോഹങ്ങള് വാതിലിൽ തട്ടിയോ പഴയ മനുഷ്യൻ അന്നേരെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമായിരുന്നു. പുതിയ മനുഷ്യന്റെ പ്രത്യേകത, ജഡത്തിൽ നിന്നുള്ള മോഹങ്ങൾ വാതിൽ തട്ടിപ്പോവാൻ വാതിൽ അടച്ചു പിടിക്കും. അവൻ എപ്പോഴാണ് തന്റെ വാതിൽ തുറക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് വരുന്നതിനോടുള്ള ബന്ധത്തിലാണ്, ആത്മാവിൽ നിന്ന് വരുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് അവൻ തന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് അതിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. സർശ്വാക്കി നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ജീവനും മരണമെല്ലാം നമ്മുടെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു നമ്മളൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്. നമുക്ക് ആന്തരിക രൂപാന്തരം വന്നാൽ നമ്മുടെ നാവിനും രൂപാന്തരം വരും. കാരണം അതിന്റെ സോഴ്സ്, ഉറവ മാറും. നമ്മുടെ പഴയ നാവ് ജഡവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മുടെ പുതിയ നാവിനോടുള്ള ബന്ധത്തിൽ അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. യാക്കോബസ്ലം പറഞ്ഞ ഒരേ ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും പുറപ്പെടത്തില്ല. അപ്പൊ ദൈവം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഉറവയ്ക്കൊരു വ്യത്യാസം വരുത്തുക. നമ്മുടെ ഉറവ ഒരു കാലത്ത് ജഡത്തിൽ നിന്നായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ച് സ്നാനപ്പെട്ട് കർത്താവിലേക്ക് തിരിഞ്ഞു കഴിയുമ്പം നമ്മുടെ ഉറവ ആത്മാവിൽ നിന്നുള്ളതിനാൽ ആയിട്ട് നമ്മൾ സ്വീകരിക്കുക ചെയ്യുന്നു. ആ ഒരു യാത്രയിൽ നമ്മൾ ആത്മാവിനുള്ളതിന് മാത്രമേ വില കൊടുക്കുള്ളൂ, അല്ലെ ആത്മാവിൽ നിന്നുള്ളതിനെ സ്വീകരിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്, ആത്മാഭിലാഷവും ജഡാഭിലാഷവും തമ്മിൽ. എല്ലാത്തിനും നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആർക്കു വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നു, അത് നമ്മുടെ വശത്തുള്ള ഒരു തീരുമാനമാണ്. ഞാനിനി ജഡത്തിൽ നിന്ന് വരുന്ന ഒന്നിനും വാതിൽ തുറക്കത്തില്ല എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. പക്ഷെ എപ്പം നമ്മൾ ആ തീരുമാനത്തിൽ വ്യതിചലിക്കുന്നു, അന്നേരമാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ആ തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായിത്തീരുന്നത്, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത്. അതുകൊണ്ട് 7-ാം വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അവിടെ നാം നമ്മെ തന്നെ എണ്ണുകയാണ്, നമ്മുടെ അവയവങ്ങളെ നീതിരാജ്യങ്ങളായിട്ട് ദൈവത്തിന് നിരന്തരം സമർപ്പിക്കുക. ഒരു കാലത്ത് നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പം നമ്മുടെ അവയവങ്ങളെ നമ്മൾ പാപത്തിനാണ് സമർപ്പിച്ചുകൊണ്ടിരുന്നത്. ആകാത്തത് പറയാനും ആകാത്തത് ചിന്തിക്കാനും ആകാത്തത് ചെയ്യാനും ഒക്കെ ആയിട്ട് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മള് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു വാക്യമുണ്ട്. ആഹാബിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തില് അത് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ തന്നെത്താൻ വിറ്റ് കളഞ്ഞു എന്നാ, ദൈവത്തിന് അനിഷ്ടമാണ് ചെയ്യാനായിട്ട് തന്നെത്താൻ വിറ്റ് കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്ന അഹാബിനെ കുറിച്ച്. അവിടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ ചില തീരുമാനങ്ങളും നിലപാടുകളുമാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ നാം നമ്മെ തന്നെ ദൈവത്തിന് വിറ്റ് കളയണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം.
പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ അറിവില്ലായ്മ നിമിത്തം നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാറില്ല. നാം അവിടെ തെറ്റിപ്പോവാറുണ്ട്. ദൈവം എപ്പോഴും നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, നാം ദൈവത്തിന് നമ്മളെ തന്നെ ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കണം എന്നുള്ളതാണ്. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം ഇങ്ങനെ പഠിപ്പിച്ച, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പ് മുഴുവൻ ഈ ദൈവേഷ്ടം ചെയ്യാനായിട്ടായിരിക്കും. എപ്പോഴൊക്കെ നമ്മുടെ ദൈവേഷ്ടത്തിൽ നിന്ന് അകലുന്നോ അവിടെ നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടും. തുടർന്ന് 8-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാം പാപത്തിന് മരിച്ചു, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നീതിക്ക് വേണ്ടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. അല്ലെ, നമ്മൾ വെള്ളത്തിന് പുറത്ത് വരുമ്പോൾ നമ്മൾ നീതിക്ക് വേണ്ടിയിട്ടാണ് ഉയർത്ത് വരുന്നത്. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിക്കാൻ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അവൻ പാപത്തിനും മരണത്തിനും പരിഹാരം വരുത്തി എന്നുള്ളതാണ്. താൻ ക്രൂശിൽ മരിക്കുക വഴി എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. അപ്പൊ നമ്മൾ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം അനുഭവിച്ചറിയാം. നമുക്ക് മരണഭീതിയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ അനേക വിശ്വാസികൾ എന്ന് പറയുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മരണസമയത്ത് നമ്മൾ പാടുന്നെന്ന് ചിന്തിക്കുന്ന പല പാട്ടുകളും ഉണ്ടല്ലോ, സമയാമൃതത്തിലോ അങ്ങനെയുള്ള പാട്ടുകൾ. ഈ മരിക്കുന്ന സമയത്തല്ലാണ്ട് അവർക്ക് കേൾക്കുന്നതേ ഇഷ്ടമല്ല. അവർ പറയും, ദൈവം ഇത് പാടരുത്. അത് കേൾക്കുമ്പോൾ ഒരു ഭയമാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു മരണ പുനരുദ്ധാനത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷമാണ് വരുന്നത്. നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷം വരും. എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ആ പാട്ടി പാടുന്ന വരാനുള്ള രാജ്യത്തെ കുറിച്ചാണ്. ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഇല്ല, നമ്മളിപ്പം ഒരു വിദേശത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ആരെങ്കിലും ആ രാജ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ, സംസ്കാരത്തെ കുറിച്ചും പെരുമാറ്റ രീതികളെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും. കാരണം നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാ, അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മരണസമയത്ത് പാടുന്ന പറയപ്പെടുന്ന പാട്ടുകൾ ശരിക്കും അത് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയവും ഭീതിയും ഇല്ലേ. ചിലർക്ക് രാത്രി ചാടി എഴുന്നേക്കും ഉറക്കത്തിനിടയ്ക്ക് ആ പാട്ടിന്റെ ഓർമ്മയാണ്. എന്താ അത് കാണിക്കുന്നേ? ആ മരണത്തിന്റെ ഭീതിയിൽ നിന്ന് അവര് സ്വതന്ത്രരായിട്ടില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ശരിക്കും ഈ അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ട് അല്ലെ. ശലോമോൻ പറയുന്നുണ്ട്, വിരുദ് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാവ് വീട്ടിൽ പോകുന്നത് നല്ല. നമുക്കൊക്കെ അറിയാം, നമ്മളൊരു വിലാവ് വീട്ടിൽ, മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറുന്നുണ്ട്. ആകപ്പാടെ നമ്മുടെ മുഖത്തെ ചിരിയൊക്കെ മായും, നമ്മുടെ കണ്ണുകളൊക്കെ നനയും. അവിടെ നമ്മുടെ ചിന്തകളൊക്കെ എന്തിനെ കുറിച്ചാ? പക്ഷെ ഒരു വീഞ്ഞ വീട്ടിൽ അല്ലെങ്കിൽ ഒരു സന്തോഷ വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെ നമ്മുടെ മനോഭാവമൊക്കെ മാറുക ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ഒരു വീട്ടിലിരിക്കുമ്പം കർത്താവിനെ കുറിച്ച് പോലും മറന്നുപോകും. നമ്മൾ അവിടെയുള്ള ആ ഒരു ആത്മാവിനങ്ങ് വിധേയപ്പെട്ടു പോകും. പക്ഷെ ഒരു വിലാവ് വീട്ടിലാകുമ്പോൾ നമ്മൾ അതിനധീതരായിട്ടാണ് നിൽക്കുന്നത്. അവിടെ നമ്മുടെ ചിന്തകൾ എപ്പോഴും മരണത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. ആ സമയത്ത് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. പക്ഷെ ഒരു വീഞ്ഞ വീട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. കുറെ ഒച്ചയും ബഹളം മാത്രമേ ഓർക്കത്തുള്ളൂ. അത് നമ്മുടെ ആത്മാവിനോട് സമ്പാദിക്കുന്നത് നല്ലത്. അപ്പൊ ശരിക്കും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു മരണഭീതി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് 1 Corinthians 15-ാം അധ്യായത്തിലെ അപ്പോസ്തലന്റെ വെല്ലുവിളിയുണ്ട്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു വെല്ലുവിളിക്കുക ചെയ്യുന്നു. ഹേ മരണമേ. നമ്മൾ മരണത്തെ ഭയപ്പെടുകയല്ല, നമ്മൾ മരണത്തെ ജയിച്ചൊരു കർത്താവിന്റെ മക്കളാണ് നമ്മൾ. അപ്പൊ നമ്മുടെ മനോഭാവങ്ങളില്, ചിന്തകളില്
അതൊരു ജയാളിയുടെ മനോഭാവമായിരിക്കണം ഉണ്ടായിരിക്കണം. ഞാൻ ഈ മറ്റു സഭകളിലുള്ള അനേകരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് മരിച്ച വീട്ടിൽ പോകത്തില്ല, ഭയമാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവർ ശരിക്കും വ്യക്തിപരമായി ഈ ഒരു ദൈവീയ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. തിയറിറ്റിക്കലി ഇതെല്ലാം പറയുമ്പോൾ തന്നെ പ്രായോഗികമായിട്ട് ഇതൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഗലാത്യ വിശ്വാസികളോട് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ നിങ്ങൾ വെറുതെ അനുഭവിച്ചു? ഈ വഴിയെ പോകുന്ന വഴി ഒത്തിരി അനുഭവങ്ങളുണ്ട് നമുക്ക്. ആന്തരിക തലത്തിൽ നമ്മൾ സമാധാനമുള്ളവരാകുന്നു, സ്വസ്ഥതയുള്ളവരാകുന്നു, മരണഭീതി ഒഴിഞ്ഞവരായി തീരുന്നു, നമ്മൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുള്ളവരായി തീരുന്നു, പരാതികളില്ലാത്തവരായി തീരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ സംഭവിക്കേണ്ട കാര്യങ്ങളായി വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ. അപ്പൊ നമ്മൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വഴി തെറ്റിയാണ് നടക്കുന്നത്, യഥാർത്ഥ വഴിയിലല്ല നടക്കുന്നത്. തെറ്റായ വഴിയിൽ നടന്നുകൊണ്ട് നാം തന്നെ ഈ ശരിയായ വഴിയിൽ ഞാൻ പോകുന്നതെന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 9-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റ് ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. നമ്മളോടുള്ള ബന്ധത്തിൽ യാഥാർത്ഥ്യമാണ്. ഇനി മരണത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. നമുക്ക് ധൈര്യമായിട്ട് മരണത്തെ വെല്ലുവിളിക്കാനായിട്ട് കഴിയും. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകി തരുന്ന ചില ബോധ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം അനുഭവിക്കാനായിട്ട് കഴിയും. തുടർന്ന് 10-ാം വാക്യത്തിൽ പറയുന്നവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ച് ജീവിക്കുന്നതോ ദൈവത്തിനായി ജീവിക്കുന്നു. അതുകൊണ്ടും തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും. പാപത്തിന് മരിച്ചവരെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നമുക്കറിയാം, മത്തായി സുവിശേഷത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണത്തില് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ അത് ചൂന്നെടുത്ത് എറിഞ്ഞു കളക, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? പലരും ഈ വചനമൊക്കെ പറയുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് കൈയും കണ്ണൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ എന്നെ ഒന്നും വെട്ടിക്കളയാഞ്ഞ്. എന്നാ അതിന്റെ വെട്ടിക്കളയാന്നുള്ള അർത്ഥം എന്താ? അതിന്റെ ആന്തരിക അർത്ഥം ഇതാണ്, എനിക്കിനിയും എന്റെ ഇഷ്ടം ചെയ്യാനായിട്ടൊരു കൈയില്ല, എന്റെ ഇഷ്ടം ചെയ്യാനൊരു കണ്ണില്ല, എന്റെ ഇഷ്ടം പറയാൻ എനിക്കൊരു നാവില്ല, അതെല്ലാം ഞാൻ ദൈവത്തിന് കൊടുത്തതാണ്. ഇനി എന്റെ കൈ യേശുവിന്റെ കൈയാണ്, എന്റെ ചിന്താമണ്ഡലം യേശുവിൻ്റെതാണ്, എന്റെ നാവ് യേശുവിൻ്റെതാണ്, ഞാൻ മുഴുവനായിട്ടും യേശുവിൻ്റെതാണ്. ഞാനൊരു വാക്കൊരാളോട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ യജമാനന്റെ കൽപ്പന വേണ്ടി വരും. മറ്റേ അങ്ങനല്ല, ഞാൻ തന്നെയായിരുന്നു എൻ്റെ യജമാനൻ. നമുക്ക് തോന്നിയ വഴിയായിരുന്നു, എനിക്കെപ്പം മറുപടി പറഞ്ഞു ഞാൻ മറുപടി പറയും. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിൽ നടക്കുമ്പോൾ നമുക്കൊരു നാവില്ല. നമുക്കൊരു നാവ് ഇല്ലാന്ന് ഞാൻ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്, എനിക്ക് തോന്നിയത് പറയാനായിട്ട് എനിക്കൊരു നാവില്ല. ഇനി ഞാൻ വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ നിർദ്ദേശം വരണം. കർത്താവ് പറയാൻ പറഞ്ഞാൽ പറയും, പറയണ്ടാണെങ്കിൽ കർത്താവ് നിന്ന പോലെ പിലാത്തോസിന്റെ മുമ്പിൽ പല ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാണ്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. നമ്മളങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ലോകമനുഷ്യൻ നമ്മളെ കുറ്റപ്പെടുത്തും, പഠിച്ച കള്ളനാ മിണ്ടുന്നില്ലെന്ന് പറയും. അപ്പൊ നമ്മുടെ ഉള്ളിൽ തള്ളു വരും മറുപടി പറയാൻ. അത് കാണിക്കും നമ്മൾ ഇതുവരെ ആ മരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ലെന്നുള്ളതാണ്. യഥാർത്ഥ മരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങള് അവനെ നിശബ്ദത ഭേദിക്കാനായിട്ട് സഹായിക്കത്തില്ല. അവൻ അന്നേരം നിശബ്ദനായിരിക്കും. ഒരു സ്ഥലത്ത് നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഈ ഒരു അനുഭവങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടും നിങ്ങളും പാപസംബന്ധമായി പാപത്തിന് മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. തുടർന്ന് 12-ാം വാക്യത്തിലേക്ക് വരുമ്പം അടുത്ത പ്രബോധനം, ആകയാൽ പാപം നിങ്ങളുടെ മർത്തി ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. അതിന് കാരണം എന്താ? അതിന്റെ ഉറവ പറ്റിയിരിക്കുന്നു. ഇനിയും നമുക്കുള്ളൊരു ശരീരം ദൈവേഷം ചെയ്യാനായിട്ട് കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ അതാ പറഞ്ഞു, ഇതാ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ഒരു പ്രഖ്യാപനം അതാ, ഇനി എന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് എനിക്കൊരു ശരീരമില്ല, എനിക്ക് ലഭിച്ചിരിക്കുന്ന ശരീരം എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ്. 13-ാം വാക്യം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിരായുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്.
ഇല്ല, നമ്മുടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ അവയവങ്ങളെ പാപത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ കണ്ണുകള്, നാവ്, ചിന്താമണ്ഡലം, കാലുകള്, സങ്കീർത്തനൊക്കെ പറയുന്നത് ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാല്. നമ്മൾ ആ ദൈവവഴി വിട്ടായിരുന്നു അന്ന് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ച് ആറി പറഞ്ഞിരിക്കുന്നവർ ഇങ്ങനെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി അവന്റെ അവയവങ്ങളെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ളതാണ്. ഏത് സമയത്ത് ദൈവത്തിന് ആവശ്യം വരുന്നോ അന്നേരം എടുത്ത് ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. എനിക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം ഒന്നായി തീർന്നുകൊണ്ടായിരിക്കുന്നു. എന്റെ ഇഷ്ടത്തിനോടുള്ള ബന്ധത്തിൽ നമ്മളൊരു പാട്ടിലൊക്കെ പാടാറുണ്ട്, പണ്ട് കാലത്തെ ഭക്തന്മാർ പാടിയത്, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ സമ്പൂർണമാകട്ടെ. നമ്മുടെ ഒരു മുദ്രാവാക്യം അതായിരിക്കും. ഓരോ പരീക്ഷയിലും നമ്മൾ പുറമേ പറഞ്ഞില്ലല്ലോ, ഉള്ളിൽ പറയുന്നേ, കർത്താവെ ഇവിടെ എനിക്ക് എന്റെ ഇഷ്ടം വേണ്ട. ഞാൻ അപമാനത്തിന്റെയും നിന്ദയുടെയും പീഡയുടെയും വഴിയുടെ കടന്നുപോയാലും ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു. നിന്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറ്റണം. ഇവിടെ നീ എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു അത് എന്നിലൂടെ നിറവേറ്റണം. എനിക്ക് എന്റെ ഇഷ്ടമൊന്നും വേണ്ട. നിങ്ങളുടെ അവയവങ്ങൾ അനീതി രാജ്യങ്ങളെ പാപത്തിന് സമർപ്പിക്കുകയും വരുന്നത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിരായുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചു ജീവിക്കുന്നത് ദൈവത്തിനായി ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അവയവങ്ങളുടെ മേലുള്ള ആധിപത്യം കർത്തൃത്വം എനിക്കല്ല, ഞാൻ എന്നെ തന്നെ കൊടുത്തു. ഇനി കർത്താവ് തൻ്റെ ഹിതം പോലെയാണ് എൻ്റെ അവയവങ്ങളെ തൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. 14-ാം വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഒരു ദിനത്തിൽ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തില് അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പം 55 വാക്യങ്ങളില്, ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. എന്താ അതിന്റെ അർത്ഥം? നമുക്കറിയാം, ന്യായപ്രമാണം ഇല്ലാത്തടത്ത് പാപത്തെ കണക്കിടുന്നില്ല. അപ്പൊ ന്യായപ്രമാണം നൽകിയതിന്റെ ഉദ്ദേശം കൽപ്പനയാൽ പാപം അത്യന്തം പാപമായി തീരേണ്ടതിനായിട്ടാണ്. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ തുടർന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരു കാലത്ത് ന്യായപ്രമാണത്തിന്റെ അധീനതയിലായിരുന്നു. ഒത്തിരി കൽപ്പനകൾ, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്. നമ്മളെ ഈ തെറ്റിന്റെ ശരിയുടെ ഒരു പ്രമാണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. പക്ഷെ നമ്മൾ ആ പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി തീരുക ചെയ്യുന്നത്. നമ്മള് റോമാലേഖനം 7-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നത്, അതിന്റെ 4-ാമത്തെ വാക്യം മുതല്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി വേറെ ഒരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞ, ഒരു കാലത്ത് ന്യായപ്രമാണം എന്ന ഭർത്താവിന് നമ്മൾ വിധേയരായിരുന്നു. ആദ്യം നമ്മൾ ജഡം എന്ന ഭർത്താവിന്റെ കീഴിലായിരുന്നു. അവിടെ നമ്മൾ ന്യായപ്രമാണം എന്ന ഭർത്താവിന്റെ കീഴിൽ വന്നു. കർത്താവിനോട് കൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ട് മരിച്ചപ്പം ന്യായപ്രമാണ സംബന്ധമായിട്ടും ആ ഭർത്താവിന് നമ്മൾ മരിച്ചു. അതിന്റെ ഉദ്ദേശം എന്താ? അതാ 4-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് സഹോദരന്മാരാ, ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ഒരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. തുടർന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നത്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിലുള്ളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തോണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകും. നമ്മൾ ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ജഡം എന്ന് പറയുമ്പോൾ ഒരിക്കലും ശരീരം എന്ന് ചിന്തിക്കരുത്. രണ്ടർത്ഥത്തിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തെല്ലാം ജഡമെന്ന് പറയുമ്പം ശരീരത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് പറയുമ്പം ഒരു ശരീരത്തിൽ വന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ശരീരത്തിൽ വന്നു എന്നുള്ള ശരിയായിരിക്കും തന്നെ, നമ്മുടെ ഒരു തുല്യമായ ഒരു ജഡത്തിൽ വന്നു.
ഇവിടെ അത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. നാം ജഡത്തിലായിരുന്നപ്പോൾ. എന്താ ജഡത്തിലായിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ മനസ്സ് ജഡത്തിൽ വെച്ചിരുന്നപ്പോൾ. അന്നേരമാണ് ന്യായപ്രമാണത്താലുള്ള പാപരാഗങ്ങൾ, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, ഇങ്ങനെ ഒത്തിരി പ്രമാണങ്ങളാണ് ന്യായപ്രമാണം. അപ്പൊ നമ്മള് ഈ ന്യായപ്രമാണം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതിനെ കുറിച്ച് 1 തീമോഥെയോസ് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 1 തീമോഥെയോസ് 1-ൽ പറയുന്ന ഒരു കാര്യം, അതിന്റെ 8-ാമത്തെ വാക്യം, 1:8, ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യവാന്മാർ, പ്രതിഹന്തക്കൾ, മാതൃഹന്തക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വേർക്കാർക്കും പത്യോപദേശത്തിന് വിരുദ്ധമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത്. ഈ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ന്യായപ്രമാണം നീതിമാന് വേണ്ടിയിട്ടുള്ളതല്ല. ആ നീതിമാൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മൾ നീതിമാന്മാരായി തീർന്നു. അതുകൊണ്ട് ഈ ന്യായപ്രമാണം ഇത് നമുക്കുള്ളതല്ല. അത് ഈ പറയുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർക്കുള്ളതാണ് ന്യായപ്രമാണം. പിന്നെ നമ്മുടെ പ്രമാണം എന്താ? റോമർ 8:8 വരുമ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ന്യായപ്രമാണം എന്ന് പറയുന്ന കുറെ കൽപ്പനകളാണെങ്കിൽ ജീവന്റെ പ്രമാണത്തിന്റെ പ്രത്യേകത എന്താ? അത് നമ്മൾ ഉള്ളിൽ നിന്ന് നയിക്കുന്നതാണ്. ന്യായപ്രമാണം പുറമേയുള്ള കൽപ്പനകളാണ്, അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. പക്ഷെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രമാണമാണ്. നാച്ചുറലായിട്ട് നമ്മുടെ ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉപദേശം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല എന്ന് 1 യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ന്യായപ്രമാണത്തിന് അധീനരാണെങ്കിൽ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തും. കാരണം നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് കഴിയത്തില്ല. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റും. പക്ഷെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ പോകുമ്പോഴോ നമ്മൾ ഒന്നിൽ തെറ്റിയാൽ ആ ഒന്നിലേ തെറ്റത്തുള്ളൂ. മറ്റേ ന്യായപ്രമാണം അങ്ങനല്ല. ഒന്നിൽ തെറ്റിയാൽ നമ്മൾ എല്ലാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവന് അതിനാൽ ജീവിക്കും. അതുകൊണ്ട് തന്നെ ഒന്നിൽ തെറ്റിയാൽ എല്ലാറ്റിലും അവൻ കുറ്റക്കാരനായി തീരുന്നുണ്ട്. അതുകൊണ്ട് സാക്രവർ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു മല കയറുന്ന പോലെയാണ്. ഇല്ല, പല മലകൾ പല അടുക്കുകളായിരിക്കും. നമ്മൾ ആ മലയുടെ ആദ്യത്തെ അടുക്കിന്റെ മുകളിൽ കയറി ചെന്ന് ഒരു ഇറക്കം ഇറങ്ങി അടുത്ത മല കയറുമ്പോൾ നമ്മൾ വീണാൻ തുടങ്ങിയിടത്തല്ല കിടക്കുന്നത്, നമ്മൾ അവിടെ അടിവാരത്താണ് കിടക്കുന്നത്. നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ കുറേ തലങ്ങൾ നമ്മൾ കടന്ന അവിടെ എത്തിയത്. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ നടക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം നമുക്കുള്ളത്. നമ്മൾ വീണ്ടും അവിടെ നിന്ന് പിടിച്ച് കയറി അടുത്ത തലത്തിലെത്തുമ്പോൾ എപ്പോഴും മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വീഴുന്നിടത്ത് നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങിയിടത്തല്ല വന്ന് കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ നമ്മൾ നടക്കുന്നിടത്ത് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ് ചെയ്യുന്നത്, പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ന്യായപ്രമാണത്തിന്റെ തലത്തിൽ അതൊരു ഒറ്റ മല പോലെയാണ്. അത് കയറുന്നടിക്ക് വീണാൽ ഏറ്റവും അടി വരും, പിന്നെ ഒന്നിന്ന് തുടങ്ങണം. പക്ഷെ ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ അല്ല. അവനൊരു സാർശ്വാക്യത്തില് നമ്മുടെ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീതിമാന്റെ യാത്ര സൂര്യന്റെ, നമുക്ക് സാർശ്വാക്യം അതിന്റെ 4-ാം അധ്യായം 18-ാം വാക്യമാണ്. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടിച്ചവരെ അധികധികം ശോഭിച്ചു വരുന്നു. മുന്നോട്ട് പോകുന്തോറും ഈ പ്രകാശം കൂടിക്കൊണ്ടായിരിക്കും, ഈ ജീവൻ കൂടിക്കൊണ്ടായിരിക്കും. സാർശ്വാക്യം 4:18 നമ്മൾ ഈ ഒരു പ്രമാണത്തിന്റെ വഴിയെ നടക്കുമ്പോൾ നമുക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പൊ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. മലയാളത്തിൽ അങ്ങനെയാണ്, ഇംഗ്ലീഷിൽ കണ്ടംനേഷൻ എന്നാ പറയുന്നത്. പക്ഷെ ന്യായപ്രമാണത്തിന്റെ തലത്തിൽ ജീവിക്കുന്ന ഒരാൾ എപ്പോഴും കണ്ടംനേഷൻ അടിമത്തത്തിലായിരിക്കും, ദുർമനസാക്ഷി എനിക്ക് അടിമത്തത്തിലായിരിക്കും. പക്ഷെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്ന ഒരാള്
ഒരിക്കലും ദുർമനസാക്ഷിക്ക് അടിമയാകുകയല്ല. ദൈവത്തിന്റെ വചനം കൊണ്ടാണ് അത് ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ സൗരസന്മാരെ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ ധ്യാനിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവ് ഇതിന്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് നമ്മളെ നടത്തുന്നത്. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ദൈവം വെളിച്ചം തരുമ്പോൾ, പ്രകാശനം തരുമ്പോൾ നമ്മളത് ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ആ ഗ്രഹിക്കുന്നതിനോടൊപ്പം നമുക്കൊരു സ്വാതന്ത്ര്യം കൂടെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ കുറ്റാരോപണത്തിന്റെ ആത്മാവിൽ നിന്നും, നിരാശയിൽ നിന്നും, ഭയത്തിൽ നിന്നും, സംശയത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ നിരാശയിൽ തുടരാറുണ്ടോ? ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കുമ്പോൾ ഒരു നിരാശയിലായി നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടായാലും ആൾക്കാർ ചോദിക്കും, എന്നാ പറ്റി സഹോദര? പക്ഷെ നമ്മൾ 2 കൊരിന്ത്യർ വായിക്കുന്നത്, ഈ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്നവർക്ക് നമ്മളിലുള്ള ഊർജ്ജസ്വലതയും സന്തോഷവും അവർ നമ്മളോട് ചോദിക്കും, എന്നാ ഇത്ര സന്തോഷം? കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് സന്തോഷമാണ്. ഇത് കാരണം എന്താ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ നമ്മൾ നടക്കുന്നത്. നഷ്ടങ്ങള്, ലോകക്കാരന് നഷ്ടം താങ്ങാൻ പറ്റാത്തടത്ത് നമ്മൾ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നിരാശയൊന്നുമില്ല. വില്യം കെറിയെ കുറിച്ചാണെന്ന് തോന്നുന്നു. പുള്ളി കൽക്കട്ടയിൽ വന്ന് പ്രസ്സൊക്കെ സ്ഥാപിച്ച് അച്ചടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം ഇത് മൊത്തം കത്തിപ്പോയി. പക്ഷെ പുള്ളി നിരാശനായിരുന്നില്ല. പുള്ളി വീണ്ടും അതെല്ലാം പണിതുയർത്തി. യഥാർത്ഥത്തിൽ ദൈവത്തിലുള്ള പ്രത്യാശയുടെ പ്രത്യേകത അതാണ്. നിരാശയ്ക്ക് അവിടെ ഇടയില്ല. നിരാശപ്പെട്ട ഒത്തിരി സാഹചര്യങ്ങൾ വരും, പക്ഷെ ഒരിക്കലും നിരാശപ്പെടത്തില്ല. തന്റെ മനസ്സിനെ നിരാശയ്ക്ക് വിട്ടുകൊടുക്കുകയില്ല. കാരണം നമ്മളിൽ വസിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ സത്യങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ധ്യാനിക്കുന്നവർക്കുള്ള നന്മ എന്താ? അവരെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ ആറ്റരീത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ വ്യക്തിയെ കണ്ട എപ്പോഴും തഴച്ച്, എന്ന് പറഞ്ഞാൽ പരാതിയില്ല, പിറുപിറുപ്പില്ല, സന്തോഷവും സമാധാനവും സ്വസ്ഥതയും, അല്ലേ? അവനെ കണ്ടാൽ അങ്ങനെ ആറ്റിലേക്ക് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ പ്രത്യേകത എപ്പോഴും പുതുക്കത്തിലായിരിക്കും. നിറയെ ഇലകളും ഫലങ്ങളൊക്കെ ആയിട്ട് സജീവമായിട്ട് നിൽക്കും. അനുകൂല കാലത്തും അല്ലാത്ത കാലത്തും. കർത്താവ് ഒരിക്കലെ ഒരു അത്തി കണ്ടിട്ട് അത് ഫലം ഉണ്ടാവും നോക്കാനായിട്ട് അടുത്ത് ചെന്നു. അതിനെ ശപിച്ച് അവിടെ ഒരു വാക്യം പ്രത്യേകിച്ച് എടുത്ത് എഴുതിയിട്ടുണ്ട്, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. പക്ഷെ അതിന്റെ ഇല കണ്ടിട്ട് കർത്താവ് എടുക്കാൻ ചെന്ന്. അത്തിപ്പഴം സാധാരണ ഈ അത്തിപ്പഴത്തിന്റെ കാലമല്ലപ്പം, അല്ലാത്തപ്പോൾ അതിനത്ര ഇല കാണത്തില്ല. പക്ഷെ ഇത് ഇലയാൽ സമ്പുഷ്ടമായിരുന്നു. നിറയെ ഇലകളുള്ള ഒരു വൃക്ഷം. അങ്ങനെയുള്ള ഇലയിലുള്ള ഒരു വൃക്ഷത്തിൽ എപ്പോഴും ഫലം കാണണം. ചെന്ന് നോക്കിയപ്പം ഫലമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഈ ഫലമാണ് വൃക്ഷത്തെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തില്, വ്യക്തി ജീവിതത്തില്, കുടുംബ ജീവിതത്തില് ഈ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നമ്മൾ ആറ്റിലേക്ക് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. ദൈവത്തിന്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അതില്ലാത്തതിന്റെ കാരണം വചനത്തിൽ നമുക്ക് വേരില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ തുടങ്ങുമ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകും തോറും ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ അത് നട്ടിച്ചവരെ ശോഭിച്ച് ശോഭിച്ച് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകും തോറും ഈ ശോഭ, അല്ലെ, സൂര്യന്റെ വെളിച്ചവും ചൂടൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ രാവിലെ ഇളംവെയിൽ കൊള്ളാൻ ഇറങ്ങാറുണ്ട്. പക്ഷെ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വെയിൽ നീക്കാൻ പറ്റത്തില്ല. 5 മിനിറ്റുള്ളിൽ നിന്നാൽ നമ്മൾ തളർന്നു പോകും എന്ന് പറഞ്ഞ പോലെയാ. അപ്പൊ നമ്മള് മുന്നോട്ട് പോകും തോറും, ദൈവീ വെളിച്ചത്തിൽ നടക്കും തോറും നമ്മൾ കൂടുതൽ എരിവുള്ളവരും ഉത്സാഹമുള്ളവരും സമാധാനവും സന്തോഷവും സ്വസ്ഥതയുള്ളവരും നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നമുക്കത് കൊടുക്കാനും കഴിയും. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ സംസാരിക്കണമെന്നൊന്നുമില്ല. ഈ ഒരു ആത്മാവിൽ നമ്മൾ നടക്കുന്നിടത്ത് ഇപ്പൊ കർത്താവിനെ കുറിച്ച് എന്താ നമ്മൾ വായിക്കുന്നത്? അവന് ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യ വെളിച്ചമായിരുന്നു,
വെളിച്ചീരളിൽ പ്രകാശിക്കുന്ന ഇരുളെന്ന് പറയുമ്പോൾ പാപം, നിരാശയും ആകുലതയും സംശയവും. നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ അടുക്ക ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് ആ ജീവൻ പുറപ്പെടും. അവർക്കൊരു വ്യത്യാസം വരാൻ തുടങ്ങും, രൂപാന്തരം വരാനായിട്ട് തുടങ്ങും. നമ്മൾ ഈ വഴിയെ നടക്കുന്നിടത്ത് അബ്രഹാമിനോട് പറഞ്ഞ്, നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാനിന്ന് സാഗ്ദത്തിനെ കുറിച്ച് ചിന്തിച്ചു. ഇല്ലേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ രാജ്യങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ടു. വിവിധ ജാതികളിലുള്ളവരെ ഈ സത്യത്തിലേക്ക് വരാനിടയായി തീർന്നു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സഹോദരൻ ജീവിച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് സംഭവിച്ചത്. അല്ലെ, ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു സൂമിന്റെ കാലഘട്ടമൊക്കെ വന്നു കഴിഞ്ഞപ്പം, യൂട്യൂബൊക്കെ വന്നു കഴിഞ്ഞപ്പം ആയിരക്കണക്കിന് പേരാണ് ദിനംപ്രതി ബ്രദറിനെ കേൾക്കുക, അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നത്. ഒരു ചെറിയ തുടക്കമായിട്ടാണ് തുടങ്ങിയത്. 75 ബാംഗ്ലൂര് ഒരു ചെറിയ തുടക്കമായിട്ടാണ് തുടങ്ങി. ഇന്ന് അത് പടർന്ന് പന്തലിച്ചു. ആ വാഗ്ദത്തം നിറവേറ്റപ്പെട്ടു. നമ്മളെ കുറിച്ചുള്ള നമ്മൾ പലപ്പോഴും ചിന്തിക്കുക സാഗ്ദത്തിന് വേണ്ടി മാത്രമുള്ളത്. അങ്ങനല്ല. ദൈവം തന്റെ മക്കളോട് എല്ലാവരോടുള്ള ബന്ധത്തിൽ അതിൻ്റെതായ ഒരു നിലയിൽ നമ്മളെ ഒരു അനുഗ്രഹമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു നിരാശയുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ ആ നിരാശയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നുള്ളത്. പരാതി പറയുന്ന ഒരാളെ നമ്മളെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജീവന്റെ സാന്നിധ്യം ഒരു വെളിച്ചമായിട്ട് അവരുടെ ഉള്ളിൽ പ്രകാശിച്ചിട്ട് അവരും ആ പിറുപിറുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയായിത്തീരും. അപ്പം വ്യക്തിപരമായി നമ്മളിൽ തുടങ്ങുന്നു, നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കുന്നു, കുടുംബത്തിൽ നിന്ന് സഭയിലേക്ക് വ്യാപരിക്കുന്നു, സഭയിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് വ്യാപരിക്കുന്നു. 75 തുടങ്ങുമ്പം ബാംഗ്ലൂരിലുള്ള 2-3 പേര് കൂടിയാണ് അവർ ആരംഭം ഇട്ടത്. പക്ഷെ അവരിൽ നിന്നത് എത്ര പെട്ടെന്നാ വ്യാപരിക്കാൻ ഇടയായി തീർന്നത്. ഇന്ത്യയിലെല്ലാം വ്യാപരിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞതുപോലെ നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം നമ്മളങ്ങനെ അനുഗ്രഹമായി തീരണമെന്നുള്ളതാണ്. എന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു ജീവന്റെ വഴി നമ്മൾ കണ്ടെത്തി നടക്കുന്നിടത്താണ് അങ്ങനെ അനുഭവം നമുക്ക് ഉണ്ടാകുന്നത്. നമുക്കിതിന് വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാം. ഇതിനെ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് നിന്റെ വാഗ്ദത്തമാണല്ലോ. അതുകൊണ്ട് എന്നിലൂടെ ഞാൻ കണ്ടുമുട്ടുന്നവരെല്ലാം നീ അനുഗ്രഹിക്കണം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കും നിരാശയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കും അസമാധാനത്തിൽ നിന്നും അസംതൃപ്തിയിൽ നിന്നും പരാതിയിൽ നിന്നും പിറുപിറുപ്പിൽ നിന്നും എല്ലാം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ നയിക്കത്തക്കവണ്ണം ആ ജീവനാൽ നിറയപ്പെട്ടവരായിരിക്കാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ സഹോദരന്മാരെ. ദൈവം പ്രതീക്ഷയോടെ നമ്മളെ നോക്കുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം അതാ. നമ്മളൊരു പാട്ടി പാടാറില്ലേ, എന്നെ അയൽക്കാരൻ ഉറ്റ ബന്ധുക്കളെല്ലാം എൻ കരത്താൽ അനുഗ്രഹീതരാകും. നമ്മളൊരു പാട്ടിൽ, നമ്മുടെ പാട്ടുപുസ്തകത്തിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. പക്ഷെ നമ്മളെ എന്നിട്ട് കാല് ചവിട്ടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം ആത്മീയമായിട്ടും ആത്മീയമായ ഒരു അനുഗ്രഹം പ്രസരിപ്പിക്കുന്ന വിതറുന്ന ഒരു ജീവൻ നയിക്കാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ കർത്താവിനെ സമർപ്പിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇവിടുത്തെ ആത്മാവിനാൽ ഇടികളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെയാണല്ലോ അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്കെല്ലാം അങ്ങ് നൽകുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയുള്ള വലിയ ദാഹത്താൽ അടികളെ ഹൃദയങ്ങളെ നിറയ്ക്കണം കർത്താവ്. നിരന്തരമായിട്ട് ആത്മനിറവിന് വേണ്ടി അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കാൻ, മുട്ടിക്കൊണ്ടേയിരിക്കാൻ, മടുത്തു പോകാതെ ചോദിച്ചുകൊണ്ടേയിരിക്കാൻ തക്കവണ്ണം താഴ്മയുള്ളൊരു ഹൃദയം നൽകി അടികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.